ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇപ്പോൾ ആറാമത്തെ സീസണിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് ആദ്യമായിട്ട് 2018 ബിഗ് ബോസ് സീസൺ 1 എന്ന പേരിൽ വന്ന സമയത്ത് ആ ഒരു സമയം മുതൽ ഈ ഒരു 2024 ബിഗ് ബോസ് സീസൺ 6 വരെ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു 6 സീസണുകളും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ തൻ്റെ ശമ്പളത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യം ലാലേട്ടൻ എത്ര രൂപയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ആ ഒരു സാലറി ആയിട്ട് മേടിച്ചിരുന്നത്, അല്ലെങ്കിൽ തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിരുന്നത്, ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ 6 വരെയും എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലാലേട്ടൻ എത്ര രൂപയാണ് പ്രതിഫലമായിട്ട് വാങ്ങുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാം, ഈ ഒരു ക്യാഷിൻ്റെ ഈ ഒരു കണക്കുകളെല്ലാവരും നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ലാലേട്ടനോട് പോയി ചോദിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പോയി ചോദിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാണ് വിശ്വസനീയമായിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടധികം സൈറ്റുകൾ ലാലേട്ടൻ്റെ പ്രതിഫലം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസനീയമായിട്ട്, ഞാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് വാർത്തകൾ ഇതുപോലെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ആദ്യം പറയാം. ലാലേട്ടൻ 8 കോടി രൂപ മുതൽ 20 കോടി രൂപ വരെയാണ് ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത്. എന്ന് വെച്ചാൽ സിനിമയുടെയും ക്യാരക്ടറിൻ്റെയും ലാലേട്ടൻ എത്രത്തോളം ഇൻവോൾവ് ആവണമെന്നുള്ള രീതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ 8 കോടി മുതൽ 20 കോടി രൂപ വരെയാണ് ലാലേട്ടൻ സിനിമയിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ബിഗ് ബോസ് സീസൺ 1 ലാലേട്ടൻ ആദ്യമായിട്ട് ബിഗ് ബോസ് ഇത്തരത്തിലൊരു ഹോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട സമയത്ത് ലാലേട്ടനായിട്ട് ബിഗ് ബോസ് സീസൺ 1 ഹോസ്റ്റ് ചെയ്യാനായിട്ട് 8 കോടി രൂപയാണ് ലാലേട്ടനായിട്ട് അവർ കരാറിൽ ഒപ്പിട്ടിരുന്നത്. 8 കോടി രൂപയാണ് ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ 1 ഹോസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിയ പ്രതിഫലം എന്ന് പറയുന്നത്. നേരെ ബിഗ് ബോസ് സീസൺ 2 പോകുമ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ബിഗ് ബോസ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്തത്. കാരണം 2018 ശേഷം നമുക്കറിയാം ഫ്ലഡും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ച് ലെങ്ത് ആയിപ്പോയി ബിഗ് ബോസ് സീസൺ 2. ആ ഒരു സീസൺ പൂർത്തിയിലേക്ക് എത്തിച്ചുമില്ല. പക്ഷേ നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്ന് പ്രതിഫലമായി വാങ്ങിയത് ഏകദേശം 12 കോടി രൂപയാണ് ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ 2 ഹോസ്റ്റ് ചെയ്യാനായിട്ട് പ്രതിഫലമായിട്ട് വാങ്ങിയത്. എന്താണ്, ബിഗ് ബോസ് സീസൺ 1 അപേക്ഷിച്ച് 4 കോടി രൂപ കൂട്ടിയാണ് ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ദെൻ ബിഗ് ബോസ് സീസൺ 3 പോയ സമയത്ത് 3 പോയപ്പോഴും ലാലേട്ടൻ 12 കോടി രൂപ തന്നെയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് സീസൺ 3 വാങ്ങിയത്. കോവിഡ് കാരണം സീസൺ കുറച്ച് നമ്മുടെ സീസൺ 2 പോലെ സീസൺ 2 നിന്ന് 3 വരാനും കുറച്ച് ടൈം ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 14 മാസം വ്യത്യാസമുണ്ടായിരുന്നു സീസൺ 2ഉം 3 തമ്മിൽ. then അടുത്തത് ബിഗ് ബോസ് സീസൺ 4 പോയപ്പോഴാണ് ലാലേട്ടൻ പിന്നെയും തൻ്റെ ആ ഒരു ശമ്പളം കൂട്ടിയത്. ലാലേട്ടൻ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് സീസൺ 4 ഹോസ്റ്റ് ചെയ്യാൻ മേടിച്ചത് 16 കോടി രൂപയാണ്. ഏകദേശം 12 കോടി രൂപയിൽ നിന്ന് 16 കോടിയിലേക്ക് ലാലേട്ടൻ മാറി. 4 കോടി രൂപ ലാലേട്ടൻ പിന്നെയും കൂട്ടി 12 നിന്ന് 16 കോടി രൂപയാണ് ബിഗ് ബോസ് സീസൺ 4 ഹോസ്റ്റ് ചെയ്യാനും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പ്രൊമോയും കാര്യങ്ങളും എല്ലാനും, പ്രൊമോ ലാലേട്ടൻ്റെ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യൽ, ബിഗ് ബോസിന് ബന്ധപ്പെട്ട എല്ലാ ഒരു പരിപാടിയും ആ ഒരു സീസണിൽ എൻറ്റയർ കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് ഈ ഒരു എമൗണ്ട് ഈടാക്കുന്നത്. ദെൻ അടുത്തത് ബിഗ് ബോസ് സീസൺ 5, നമ്മുടെ ഈ ഒരു കഴിഞ്ഞു പോയ സീസൺ, നമ്മുടെ അഖിൽ മാരാർ വിന്നറായ ബിഗ് ബോസ് സീസൺ 5 അത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടൻ വാങ്ങിയ പ്രതിഫലം എന്ന് പറയുന്നത് 18 കോടി രൂപയാണ്. അപ്പോൾ 16 നിന്ന് വീണ്ടും 18 കോടിയിലേക്ക് വന്നു. ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതെന്തൊക്കെയായാലും ചിലപ്പോൾ കൂടാനും അല്ലെങ്കിൽ ഈ ഒരു 18 കോടി തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാനും ചാൻസ് ഉണ്ട്. ഏകദേശം 8 കോടിയിൽ നിന്ന് 18 കോടി വരെയാണ് 5 കൊല്ലം കൊണ്ട് ലാലേട്ടൻ തൻ്റെ ആ ഒരു ഗ്രാഫ് അപ്ഡേറ്റ് ആവുന്ന സമയത്ത്, ഗ്രാഫ് അപ്ഗ്രേഡ് ആവുന്ന സമയത്ത് ലാലേട്ടൻ ബിഗ് ബോസിൽ നിന്ന് വാങ്ങുന്ന ഏണിങ്സും കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ 5 കൊല്ലം മുന്നേ കണ്ട ലാലേട്ടനാൽ ഇപ്പോൾ കാണുന്നത്, അതിനുള്ളിൽ നമ്മുടെ പുലിമുരുകൻ, ലൂസിഫർ, ഇത് നമ്മുടെ ജയിലറിലെ ക്യാമിയോ റോൾ, അത്തരത്തിലുള്ള വലിയ വലിയ വേഷങ്ങളും ലാലേട്ടൻ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലാലേട്ടൻ്റെ ഗ്രാഫ് അപ്ഡേറ്റ് ആവുകയും ബിഗ് ബോസിൽ നിന്ന് വാങ്ങിക്കുന്ന സാലറിയും അപ്ഡേറ്റ് ആകും, തീർച്ചയായിട്ടും ആകും. അപ്പോൾ ഏതൊരു സൂപ്പർ സ്റ്റാറിനെ വിളിച്ച് ഹോസ്റ്റ് ചെയ്യിച്ചാലും ഒന്നാം സീസൺ മുതൽ ഈ ഒരു 6ാം സീസൺ അല്ലെങ്കിൽ ഇത് തീരുന്ന വരെ ഒന്നും ഒരേ പ്രതിഫലത്തിൽ മുന്നോട്ട് പോകില്ല. നല്ല രീതിയിൽ അവർ കൂട്ടും. അപ്പോൾ ലാലേട്ടൻ 10 കോടി രൂപയാണ് സീസൺ 1 നിന്ന് സീസൺ 6 വന്നപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 1 8 കോടി, നേരെ അത് സീസൺ 2 12 കോടിയായി. സീസൺ 3 12 കോടി രൂപ തന്നെയാണ് ലാലേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സീസൺ 4 വന്നപ്പോൾ അത് 16 കോടി രൂപയാക്കി. ദെൻ സീസൺ 5 അത് 18 കോടി രൂപയാണ്. ദെൻ ഇനി ഇപ്പോൾ സീസൺ 6 വരാൻ പോവുകയാണ്. ഫെബ്രുവരി 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്യാനായിട്ടുള്ള
ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടൻ നല്ല സ്ട്രഗിൾ ചെയ്ത് ഹോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സീസണാണ്. കാരണം എമ്പുരാൻ്റെ ഷൂട്ടിംഗ്, അതിലുപരി ലാലേട്ടൻ സംവിധായകനാവാൻ പോകുന്ന ഒരു കൊല്ലമാണിത്. ബാരോസ് എന്ന ഫിലിം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഇത്തരത്തിൻ്റെയൊക്കെ നല്ല പിടിവലികൾക്കിടയിലായിരിക്കും ലാലേട്ടൻ ഇത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് എത്തുക. ഇപ്പോൾ ലൂസിഫറിൻ്റെ ഷൂട്ട് മിക്കതും UAE-യിലാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോക്കും ഇങ്ങാട് വരെയും പിന്നെയും പോക്കും പിന്നെ ഇങ്ങാട് വരെയും അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ആയിരിക്കും ലാലേട്ടൻ ഇങ്ങനെ ഓടി നടക്കലായിരിക്കുള്ളൂ മുഴുവനും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ 20 അല്ലെങ്കിൽ 22, 25 കോടിയാക്കി തന്നെ പ്രതിഫലം കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സീസൺ 6ൻ്റെ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. സീസൺ 5 വരെ ലാലേട്ടൻ ഏകദേശം 10 കോടി രൂപയുടെ വ്യത്യാസം തൻ്റെ പ്രതിഫലത്തിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരും. അതോടൊപ്പം തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.